അപ്പൊ നമസ്കാരം ഗൈസ്, നമ്മൾ ഇന്ന് ഒരു സിനിമയുടെ ട്രെയിലറാണ് കാണാൻ പോകുന്നത്. സുമതി വളവ് എന്നാണ് സിനിമേന്റെ പേര്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ടായിരുന്നു. അപ്പം എക്സൈറ്റഡ് ആണ്. നമ്മൾ സിനിമ എങ്ങനെ വരും, ട്രെയിലർ എങ്ങനെ വരും നോക്കാം. ലെറ്റ്സ് സീ. വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ നേരെ ഒരു മരം ഒന്ന് ഒറ്റ വീഴ്ച. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി. പിന്നൊന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സുമതി, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ദേ മുമ്പിൽ നിൽക്കണം. സുമതിയെ കണ്ടാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. നീ അവളോട്ടും പ്രേമത്തിലായിരുന്നു. എടാ, പഴയ കാമുകിയുടെ കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാണ് ഹീറോയിസം. ആശാരന്ന ചരട് ജപിച്ച് കിട്ടിത്തത്ത പിന്നെ എന്റെ പേടിയൊക്കെ മാറി. എങ്കിലും ഒറ്റയ്ക്ക് രാത്രി സുമതി വളർന്ന് കിടക്കാൻ പറ്റും. ഈ സുമതിയോള് കഴിഞ്ഞ പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നകുമാരാ. പട്ടാളം അറിയണ്ട. എന്താ യുദ്ധമൊന്നുമില്ലേ? നിനക്ക് യുദ്ധം വേണോ? സാറേ, ഞങ്ങളെ നാടൊക്കെ ഇഷ്ടായ? പിന്നെ കൊള്ളാടോ. എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥയാണ്. ഇതൊക്കെ ഉള്ളതാണോ? ആയില്യം കാരണം സൂക്ഷിച്ചോ, ചില നിയോഗങ്ങൾ നിന്നെ തേടി വരും. ഭയക്കരുത്. നല്ല സ്റ്റഫ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഇത് ടെക്നിക്കലി നല്ല സൗണ്ട് ആയിട്ടുള്ള മേക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയില് വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര പണിയെടുത്തിട്ടുള്ള ഒരു ടെക്നിക്കൽ വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ആ ട്രെയിലറിൽ അത് പറയുന്നുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും. അതെ, കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നിയത് കോമഡി തന്നെയാണ്. പക്ഷെ എന്നാലും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമയാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവസാനത്തേക്ക് വന്നപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് അതിൽ നിന്നുള്ള മനസ്സിലായി. അതായത് ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി അല്ല. എന്താണ് ശരിക്കും ഈ സുമതി വളവിന്റെ സംഭവം സ്റ്റഫ്? ട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു റോഡിൽ ഇതുപോലത്തെ സുമതി വളവ് എന്നൊരു റോഡ് ഉണ്ട്. അവിടെ പോയി ആളുകൾ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇതുപോലെ ഡ്രസ്സ് ഇട്ട് മുന്നിൽ നിന്നിട്ട് ഇവര് ഇതിനെ കണ്ട് പേടിച്ചിട്ട് വണ്ടി മറയുന്നു എന്നുള്ളൊരു കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനത്തെ കുറെ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പടത്തിന്റെ മ്യൂസിക് ഭയങ്കര പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എനിക്ക് യൂട്യൂബർ ആണോടാ, മറ്റേ ഇൻഫ്ലുവൻസർ അല്ലേ ഡാൻസ് ചെയ്യുന്ന മാമനും മോളും തമ്മിൽ അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, ഒരു അരുൺ മാമനും പിന്നെ ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടിയാണത്. അവളെന്നായിരിക്കും. മ്യൂസിക് എന്ന് വെച്ചാൽ രഞ്ജിൻ രാജ് അല്ലേ, നമ്മളെ ജോസഫിലെ മ്യൂസിക് ഡയറക്ടറാണ്. അതെ, അത് കിടിലാണ്. പിന്നെ മാത്രമല്ല അവർ ഈ ഒരു കോംബോ, അഭിലാഷ് പിള്ള മൂപ്പരൊക്കെ ഒരു കോംബോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു അല്ലേ? മാളികപ്പുറം പുള്ളി തന്നെയല്ലേ? അതേ ടീമാ. അഭിലാഷ് പിള്ളയാണ് മാളികപ്പുറം എഴുതിയത്. അപ്പോ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ് ഇതില് മൊത്തത്തില്. പിന്നെ അർജുന അശോകൻ നല്ല സെലക്ഷൻ ആട്ടോ. എന്തെടുത്താലും ക്വാളിറ്റി ആയിട്ടൊരു കളിയില്ല. അർജുന അശോകന്റെ എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഇതായിട്ട് തോന്നിയത് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഭയങ്കര രസമായിരിക്കും. നമ്മുടെ രോമാഞ്ചത്തിൽ തന്നെ പുള്ളിയുടെ ചില നോട്ടങ്ങളും പരിപാടികളും കണ്ടാൽ തന്നെ നമുക്ക് സൈക്കോ പരിപാടികളൊക്കെ അല്ലേ. എല്ലാരും ഉണ്ടല്ലോ മാളികപ്പുറത്തിൽ. ആ പെൺകുട്ടി ഉണ്ട് അതിലെ മെയിൻ കഥാപാത്രം. ചെറിയ കുട്ടി ഉണ്ടല്ലേ? ചെറിയ കുട്ടി. എന്തായിരുന്നു പേര്? വിഘ്നേഷ് നന്നായിട്ട് ഹൊറർ മൂവി ഫോളോ ചെയ്യുന്നോണ്ട് എന്താ എന്റെ ഒരു അഭിപ്രായം ഇത് കണ്ടിട്ട്? എന്താ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ? മലയാളത്തിൽ ഇപ്പോ സീരിയസ് ആയിട്ട് ഒരു ഹൊറർ ഫിലിം നല്ലത് എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഒന്നും കണ്ടിട്ടില്ല. പറഞ്ഞാല് കുറച്ച് പേടിയുള്ളത് എനിക്ക് ഓർമ്മയുള്ളത് ബ്രഹ്മയുഗം പേടിയുള്ളതല്ലോ. അതൊരു പേടിയുള്ള ഒരു സ്റ്റഫ് അല്ല. പേടി അത്ര ഉണ്ടാവില്ല. അതൊരു ത്രില്ലർ, ആക്ച്വലി ഒരു ത്രില്ലർ മൂഡാണത്. അതിലാ ഈ ട്രെയിലറിൽ ആ പെണ്ണെന്തോ ഒരു ഡയലോഗ് അല്ല, എന്താ സുമതി വളവ് സ്ഥലത്ത് കടക്കാൻ പറയുന്നില്ലേ? പറഞ്ഞപ്പോ അവിടെ എന്തോ ഒരു
സ്റ്റഫ് ഉണ്ടെന്ന് അതില് ഇൻഡിക്കേറ്റ് ഒരു ചെയ്യുന്നത്. എടാ വിഘ്നേഷ്, ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. സുമതി വളവ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു സ്ഥലം ഉണ്ട്. അത് KV കണക്ക് അതിനെ കുറിച്ച് ശരിക്കും ഒരു സുമതി വളവ് മാത്രമല്ല, ഈ കൊളോക്കിയലായിട്ട് പല റീജിയണൽ ആയിട്ട് ഓരോ സ്ഥലത്തും ഈ തറകളോ അല്ലെങ്കിൽ ചില റോഡിന്റെ പ്രത്യേക പോർഷനോ, ഇപ്പോ കുഞ്ഞിരാമായണത്തിൽ യൂസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ സൽസമുക്ക് എന്ന് പറഞ്ഞ പോലെ റോഡിലുള്ള ഈ പ്രശ്നം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എവിടെ പണ്ട് നമ്മള് ഇപ്പൊ ഈ വയനാട്ടിലേക്ക് കയറുമ്പോ വൈത്തിരി എത്തുന്നതിന് മുമ്പ് ലക്കിടിയില് ഈ കരിന്തണ്ടന്റെ ഒരു കഥ ഉണ്ടല്ലോ, പണ്ട് ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ അവിടെ കയറി എത്തുമ്പോ വണ്ടിക്ക് ഈ ഇങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാന്ന് അറിയില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ രാത്രി സഞ്ചരിക്കുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായിട്ടോ വണ്ടിയിൽ ആരോ കൂടെ പോകുന്നതായിട്ടോ വാഹനം കംപ്ലൈന്റ് ആവുന്നതായിട്ടോ അങ്ങനെയൊക്കെയുള്ള കുറെ കെട്ടുകഥകളായിരിക്കാം. അതല്ല നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ അതുപോലത്തെ ഇത് ഏതോ അങ്ങനെ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് അഭിലാഷ് പിള്ള അത് എഴുതിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയത്. അത് ശരിക്കും ഒരു ബയോപിക് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കരിന്തണ്ടന്റെ കഥ. എടാ കരിന്തണ്ടൻ അവിടെ അമ്പലമുണ്ട്. അവിടേക്ക് അവന് വിളക്ക് വെക്ക്. ഞാൻ കഴിഞ്ഞ വെക്കേഷന് പോയ സമയത്ത് തന്നെ അവിടെ കുറച്ചേരം അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാ വന്ന്. അവിടെ പുള്ളിക്ക് അവർക്ക് അതിന് ഇതുണ്ട്, ഒരു അമ്പലം ഉണ്ട്. അതിന്റെ തൊട്ട് ആൽമരത്തിന്റെ തൊട്ട് ബാക്കിൽ ഒരു അമ്പലമുണ്ട്. അവരുടെ ഒരു കാരണവര് പോലെയാണ് അവര് ആരാധിക്കുന്ന ഒരു ഇതാണ്. അതെ, കഥ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ഇങ്ങനെ ബ്രിട്ടീഷുകാരോ ആർക്കോ ഈ കാട്ടില് മരുന്നും ഇതൊക്കെ പറിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്, ഈ ഔഷധ ഉള്ള മരുന്നൊക്കെ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിച്ച സമയത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ഒരു മൂപ്പൻ ആയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഈ വഴി കാണിച്ചു കൊടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇയാളെ കൊന്നു എന്നുള്ള ഒരു സംഭവം എന്തോ കഥയാണ്. അപ്പൊ അതിനുശേഷം അങ്ങനെ ഇയാളുടെ ഒരു ഇതിന്റെ ഒരു ആത്മാവ് അവിടെ ഈ പറഞ്ഞ ചുരത്തിന്റെ സൈഡിൽ ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു തടസ്സം പോലെ വന്നു. എന്നിട്ട് അതിനുശേഷം പിന്നെ കുറെ ആക്സിഡന്റ് വന്നു, പ്രശ്നങ്ങൾ വന്നു. പിന്നെ അതിനുശേഷം ഒരു വലിയ ഏതൊരു മന്ത്രവാദിയോ ആരോ വന്നിട്ട് ആ ചങ്ങലല്ലേ കാണുന്നത്, ചങ്ങലയിലാക്കിയിട്ട് ആ മരത്തിൽ ബന്ധിച്ചു എന്നാണ് പുള്ളിയെ, ആ ആത്മാവിനെ ബന്ധിച്ചു എന്നാണ് അങ്ങനെ ഒരു ഇത്. അതിന്റെ തൊട്ട് ബാക്കിൽ ആ പറഞ്ഞ ആ തറയില്ലേ, അതിന്റെ ബാക്കിൽ ഒരു ചെറിയ അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്, വിളക്ക് വെക്കുന്നത്. അതന്നെ അവിടെ ആൾക്കാര് പൈസ ഇടും, എണ്ണ വെക്കും, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഞാനും കേട്ടിട്ടുള്ളത് സെയിം സ്റ്റോറിയാണ്. ഇത് അവർക്ക് പാത കണ്ടെത്തണമായിരുന്നു, വളഞ്ഞു പോകുന്നതിന് പകരം വയനാട്ടിൽ കൂടെ ചുരം കണ്ടെത്താൻ. അങ്ങനെ ചുരം കണ്ടെത്താൻ സഹായിച്ച കരിന്തണ്ടനെ അതും അധികം പ്രായമില്ല, 40 വയസ്സിന്റെ അടുത്തായിട്ടേ ഉണ്ടാവുള്ളൂ. അവരെ സഹായിച്ചതിനാൽ ഈ പാതയുടെ ഈ ഒരു ചുരത്തിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ പോണ്ടെന്ന് വിചാരിച്ച് ചതിച്ച് കൊന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ശാപം കൊണ്ട് വണ്ടികൾ മറിയായിരുന്നു. അങ്ങനെയൊക്കെ ഈ ചങ്ങല ഈ അനന്ത് പറഞ്ഞ പോലെ മന്ത്രവാദീനെ കൊണ്ടുവന്ന് തളച്ച് കെട്ടിയതാന്നാ പറയുന്നത്. ഈ കഥകളുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പൊ അത് പല ഇതുണ്ടാവും. ഇപ്പൊ ആദ്യത്തെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇപ്പത്തെ കാണുന്ന നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ റൂട്ട് എന്നതാണ്. ഇപ്പോ ശശി നേരത്തെ പറഞ്ഞപ്പോ ഈ ഔഷധ സസ്യങ്ങളും അങ്ങനെ അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ അത് പിന്നീട് ആർക്കും കണ്ടെത്താൻ വേറെ ഒരാൾക്കും കൂടി അറിയെങ്കിൽ പിന്നെ വേറെ ഉള്ളവർ വന്നത് എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ അനുമാനിക്കാം. പിന്നെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതിന്റെ ഒരു പല തരത്തിലുണ്ടായിരിക്കും. രസകരമാണ് അത് ശരിക്കും ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് ഈ കരിന്തിരി കണ്ടൻ എന്ന് പറയുന്നത് ഒരു ദൈവ ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട് കോഴിക്കോട്. എൻ്റെ നാട്ടില് നന്മണ്ട അടുത്തുള്ള കുറെ അമ്പലങ്ങളിൽ പക്ഷെ ആ കരിന്തിരണ്ടന് ഇതും ഒരാളാണോ എന്നുള്ളത് എനിക്കറിയില്ല. തോന്നുന്നു ഈ ശിവൻ ഇത് കഴിച്ചിട്ടില്ലേ മറ്റേ വിഷം. അപ്പം അത് ശിവന്റെ ഒരു പേരാണ് തോന്നുന്നു ഈ കരിന്തിരി കണ്ഠെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ, കഴുത്താണല്ലോ. അപ്പം ഇങ്ങനെ കറുത്ത കണ്ഠമുള്ള ആള് എന്നുള്ള രീതിയിലുള്ള ശിവന്റെ എന്തോ ഒരു നീലകണ്ഠൻ വിളിക്കുന്നതാണ് ശിവനെ. അല്ല, കരിന്തിരി കണ്ഠൻ എന്ന് പറയുന്നതും ആ ഒരു ശിവന്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദൈവത്തിന് എന്തോ ഒരു ഇതാണെന്നാണ് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ അതും ഇത് ഒരാളാണോ അതിന്റെ ഇതാണോ അത് എനിക്ക് ഡൗട്ടാണ്, കറക്റ്റ് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ ഈ ഇതിന്റെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. എന്തിനു നമ്മള് മലയാളികൾ എടുക്കല്ലോ ഇത്. ഓൾറെഡി എന്തായാലും സിനോപ്സിസ് ഒക്കെ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഇതൊന്നും വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റും ശരിക്കും നമുക്ക് ഒരു സിനോപ്സിസ് എഴുതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് നമുക്ക് വിഘ്നേഷ്, അത് എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്സ്? നമ്മള് മറ്റേ അസോസിയേഷനിൽ മെമ്പർ ആയിട്ട് പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മുടെ സിനോപ്സിസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ എന്ന്. പിന്നെ അൺഒഫീഷ്യൽ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് ഇത്രത്തോളം ഇവിടെ വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല. നമുക്ക് തന്നെ
അൺഓപ്പൺഡ് രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുന്നത്. ഓക്കെ. നീ ഇപ്പൊ നിന്റെ സ്ക്രിപ്റ്റ് ഓർ സിനോപ്സിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നിനക്ക് തന്നെ അയക്കുക, ഫിസിക്കൽ കോപ്പി. അപ്പൊ ഇപ്പോ അത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നിനക്ക് ഒരു ഡേറ്റിൽ വരും. നീ അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല, അൺഓപ്പൺഡ് ആയിട്ട് വെക്കുക. പിന്നെ നിന്റെ സ്റ്റോറി ആരെങ്കിലും സിനിമ എന്തെങ്കിലും എടുത്താൽ നിനക്ക് പ്രൂഫ് ഉണ്ട്, നീ ഇത് ഓൾറെഡി ആ ഡേറ്റിന് നീ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് നിനക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റൂല നമ്മൾ ഈ സ്റ്റോറി ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല. എടാ പിന്നെ മലപ്പുറത്ത് എങ്ങാണ്ട് ഒരു കബറിൽ ഇതുപോലെ പൈസ ഇടുന്ന ഒരു പരിപാടി ഇല്ലേ, നമ്മളെ പോകുന്ന സമയത്തൊക്കെ യാത്രക്കൊക്കെ പോകുന്ന അല്ലേ? അതെ. അത് എനിക്ക് എന്റെ ഒരു ഓർമ്മ എടപ്പാൾ ചങ്ങരംകുളം ആ ഭാഗത്ത് എവിടെയാണ്, അത് എടപ്പാൾ കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പിന്നിലും കേട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് പണ്ട് ഏതോ ഒരു എഞ്ചിനീയർ അത് പൊളിച്ചു നീക്കണം, അത് ഒരു പക്ഷെ മാതൃഭൂമി വരന്ത പതിപ്പിൽ എങ്ങാണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഒരു എഞ്ചിനീയർ അത് പൊളിച്ചു നീക്കണം എന്ന് ആവശ്യപ്പെടുക, അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് ആക്ച്വലി ഭയങ്കര ക്ലോസ് ആണ്, മെയിൻ റോഡുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അത് നിൽക്കുന്നത് അല്ലേ? അതെ. ഇപ്പത്തെ NH66 അവിടേക്ക് വരുന്നുണ്ടാവില്ല. അന്ന് നമ്മൾ മെയിൻലി ആശ്രയിച്ചിരുന്ന റൂട്ട് അതാണല്ലോ തൃശ്ശൂരേക്ക്, ഇങ്ങനെ എടപ്പാള്. അതിന് ശ്രമിച്ചിട്ട് പിന്നെ എന്തോ അയാള് മരണപ്പെടുവോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ അത് നീക്കം ചെയ്തില്ല തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വിശ്വസിച്ചാലും അല്ലെങ്കിലും കേട്ടതാണ് ആ കബറിന്റെ കാര്യവും പിന്നെ കരിന്തണ്ടന്റെ കാര്യമൊക്കെ. അതെ, വിശ്വസിച്ചായില്ലെങ്കിൽ അത് വന്നിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഒരു വ്യത്യാസം നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത്, നമ്മള് ചൈൽഡ്ഹുഡ് ടൈമിലുള്ള ഏറ്റവും വലിയ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഈ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പക്ഷെ ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയി ഇത്രയും ആയി കഴിഞ്ഞപ്പോ ആ പ്രോഗ്രാമിന്റെ സത്യം പോയി. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ വെളിച്ചവും ഫോണും വന്ന് ഈ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സംഭവം വന്നതിന് ശേഷം ഒരുവിധം സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളൊക്കെ നിന്നുപോയി. പണ്ട് ഏതോ ഒരു ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോ അവിടെ എന്തൊക്കെയോ വരുന്നു പറഞ്ഞ സാധനം കണ്ടിരുന്നു, അതൊക്കെ ഇന്നിപ്പോ എടുത്ത് ട്രോളുന്നുണ്ട് തോന്നുന്നുണ്ട്. ഫസ്റ്റ് വെളിച്ചം വന്നപ്പോ പകുതി മുക്കാൽ പ്രേതകഥകളും സൂപ്പർ നാച്ചുറൽ തിങ്സും കാണാനില്ല. പിന്നെ ഇപ്പോഴും അതാ ഈ വിഘ്നേഷ് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ലേ ഏലിയൻസിന്റെ സംഭവമൊക്കെ, ഒറിജിനൽ ഒരുവിധം എല്ലാ ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറലും ഏലിയൻ. അത് മറ്റേ ഒടിയന്റെ കഥയിൽ പറയുന്നില്ലേ, ഈ ലൈറ്റ് വന്നതിന് ശേഷം, ഗ്രാമത്തിലെ ലൈറ്റ് വന്നതിന് ശേഷമാണ് ഒടിയന്റെ പരിപാടിയൊക്കെ നിന്നതെന്ന് പറയുന്നില്ലേ, അതേ തന്നെ പരിപാടിയാണ്. നമ്മൾ ഈ ഹൊററൊക്കെ വേറെ എപ്പിസോഡിൽ തന്നെ ഡിസ്കസ് ചെയ്യണടാ. അല്ല, ഞാൻ പറഞ്ഞ ഏലിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല. ഈ ഏലിയൻസിന്റെ സംഭവം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ 3GPക്ക് ശേഷം വന്നിട്ടില്ല. 3GP വരെ വന്നിരുന്നു, 3GP വീഡിയോസ് വരെ. പക്ഷെ ഒന്ന് HD ആയതിനു ശേഷം നന്നായിട്ട് സൂം ഇൻ ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള ക്വാളിറ്റി ഉള്ള ഒറ്റ വീഡിയോസും സൂപ്പർ നാച്ചുറൽ തിങ്സിനെ വെച്ചിട്ട് ഇന്നേ വരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നു പണ്ട് ഇങ്ങനെ എഴുതിണ്ടാവുക, വെളിച്ചം ദുഃഖമാണ് നീ കാരണം ഇപ്പൊ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബദലായിട്ട് ഇപ്പൊ നന്നായിട്ട് നടത്തുന്ന വേറൊരു പരിപാടി ഉണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാസ്റ്റർ ബിൻ എന്ന് പറഞ്ഞിട്ട്, മാസ്റ്റർ ബിന്നോ അങ്ങനെ എന്തോ ആണ്. അതായത് ഇങ്ങനത്തെ വലിയ വലിയ ഗോഡ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരെ അടുത്ത് പോയിട്ട് വിശ്വസിക്കുന്ന പോലെ അഭിനയിക്കും ഒരാള്. കണ്ടിട്ടുണ്ടോ അത് ആ ഒരു പ്രോഗ്രാം? ഒരു മലയാളി അല്ലേ? അയ്യോ അങ്ങനെയാണോ, നിങ്ങളാണോ ദൈവം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ബൂസ്റ്റ് എനിക്കിത് കാണുമ്പോ മറ്റേ ഈ അടുത്ത് മറ്റേ സംഭവം ഉണ്ടായിരുന്നില്ലടാ, കേരളത്തില് ഭയങ്കര പ്രശ്നമായിരുന്നു സമാധി. അതിന്റെ പവർ പോയില്ലേ മോനെ? നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് എന്ന് പറഞ്ഞ പോലെ നെയ്യാറ്റിങ്കര സമാധി അങ്ങനെ ചെയ്യാൻ പറ്റും, അതിന്റെ പവർ പോയില്ലേ മോനെ? ബാക്ക് ടു സുമതി വളവ്. ഇത് നമ്മുടെ മുകേഷിന്റെ മകനാന്ന് തോന്നുന്നല്ലേ? പുള്ളിയാണല്ലേ? ഓക്കെ. ആ ബോഡി ലാംഗ്വേജിൽ വരെ മുകേഷ് ഏട്ടന്റെ ഒരു ഒരു കല്യാണോ അങ്ങനെ എന്തോ ഒരു പടം വന്നിരുന്നു ആളത്. പിന്നെ സോങ് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ, മറ്റേ ദൃദംഗ പുളകിതനായി എന്ന് പറഞ്ഞ പുളകിതനായി ശശാങ്ക തരളിത. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ ഉണ്ടെന്ന് തോന്നുന്നു സിനിമയില്, മറ്റേ ഈ ബ്രഹ്മയുഗം വൈബൊക്കെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ട്രെയിലർ കട്ടില് വന്ന ഏറ്റവും രസമാണ് ഇതിനകത്തുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ക്യാരക്ടേഴ്സിനൊക്കെ എന്തൊക്കെയോ പറയാനുള്ളതായിട്ടുള്ള ഒരു ഫീല് കൊടുക്കുന്ന രീതിയിലാണ്. കൂടുതലൊന്നും റിവീൽ ചെയ്തിട്ടില്ല. സംഭവം നല്ല മേക്കിംഗ് തന്നെ ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കുറച്ചായി ഇതിന്റെ വർക്ക്, ഇതിന്റെ ഓരോ അപ്ഡേഷനും ഇങ്ങനെ കണ്ടിരുന്നു ശരിക്കും. ഈ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്കിപ്പോൾ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് മിറേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രേത സിനിമയാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ അത്ര പേടിച്ചൊരു സിനിമ വേറെ കണ്ടിട്ടില്ല. ഇത് അതിനോട് കിടപിടിക്കട്ടെ, എനിക്ക് മലയാളത്തിൽ ഒരു ഫേവറേറ്റ് ഹൊറർ സ്റ്റോറിയിൽ ആഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. വിഘ്നേഷ്, അണക്കിപ്പോൾ ഏതാണ് ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഹൊറർ മൂവി ഉള്ളത്?
എനിക്ക് ഹൊറർ മൂവി ഏതും മൈൻഡിൽ കിട്ടുന്നില്ല. ബട്ട് നമ്മള് ഇതിനു മുമ്പ് കണ്ട ഒരു കന്നഡ ഫിലിമിന്റെ ട്രെയിലർ ഇല്ല, ഏതാണ്? സൂ ഫ്രം സോ, അങ്ങനെയല്ലേ പേര്? അത് പക്ക ഹൊറർ കോമഡിയിലേക്ക് ഒരു അങ്ങനെയല്ല, ഞാന് ജസ്റ്റ് വേറെ ഓഫ് ദ ടോപ്പിക് ആലോചിച്ചാണ്. അതിന്റെ ഗോസ്റ്റ് ക്യാരക്ടർ ഇല്ലേ, അത് ഒരു കോമഡി സിനിമ, അത് അവിടെ നടന്നു. അതിന്റെ ഗോസ്റ്റ് ക്യാരക്ടറിന്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇതായിക്കോട്ടെ, പ്രോപ്പർ ഹൊറർ ആയിട്ട്. നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് യൂണിവേഴ്സ് തലക്ക് പിടിച്ചതാ? അല്ല, ഇവൻ പറയണം അങ്ങനെ സുമതി വളവിലൂടെ വളഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹം നാഗവല്ലിനെ കാണുന്നത്. ആയിക്കോട്ടെന്നില്ലല്ലോ, ആവാലോ. തീർച്ചയായും. എനിക്ക് ഒരു കാര്യം തോന്നിയത് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത് കോമഡിയിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കോമഡി പരിപാടിയാണ് കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സിനിമ കംപ്ലീറ്റ് ഹൊറർ കോമഡി അല്ല, കൂടുതലും ഹൊറർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഹൊറർ പരിപാടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് ജസ്റ്റ് നമ്മളെ ഒരു കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് അവിടെ ഒക്കെ ട്രെയിലർ കാണിച്ചായിരിക്കും. കൂടുതലും ഇതില് ഹൊറർ പരിപാടി തന്നെ ആയിരിക്കും. ഹൊറർ തന്നെയാണ് കൂടുതൽ, കാരണം ഹൊറർ കാണിക്കുന്നിടത്തൊക്കെ അത് അത്യാവശ്യം നല്ല അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിലെപ്പോഴും ഒരു കോമഡി ടച്ച് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു രസം വരികയെന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ആകാശാങ്ക് എടുത്തു നോക്കിയാലും അതിനകത്ത് കോമഡി അതുപോലെ വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പേടിച്ച് മാത്രം ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളതിന് വ്യത്യസ്തമായിട്ട് അങ്ങനെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഹൊററിനില്ലേ 2 കോമ്പിനേഷനേ ഉള്ളൂ. അതായത് ഒന്ന് ഹൊറർ കോമഡി, അത് നമ്മൾ ഈ കാണുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഒന്ന് ഹൊറർ ഇറോട്ടിക് ജനറുമായിട്ട് ഈ ജിസം, അങ്ങനെ കുറേ, അത് രണ്ടുമേ ഉള്ളൂ. അതിൽ ഈ ഹൊററും ഈ സ്വല്പം ഇങ്ങനത്തെ അഡൾട്രേറ്റഡ് കോണ്ടന്റും അധികം ഉള്ളത് ബോളിവുഡ് മൂവീസിലാണ്. ഈ സ്ത്രീയും ഇതൊക്കെ വേറെ കാറ്റഗറി, അതിപ്പോൾ വന്നതാ. കുറേ മുമ്പ് നമ്മൾ നോക്കുമ്പം ബോളിവുഡ് ആയിരുന്നു ഈ കാര്യത്തിൽ കുറച്ചും കൂടി ഇതും മിക്സ് ചെയ്യുന്നത്. നമ്മളെ ഭാഗത്തേക്ക് സൗത്തിലേക്ക് വരുമ്പം അരമനൈ, അങ്ങനെ കുറേ എല്ലാ ചന്ദ്രമുഖി ഒക്കെ നോക്കിയാലും കോമഡി, ചന്ദ്രമുഖി പിന്നെ മൺചിത്രത്താഴാണ്, എന്നാലും ഈ കോമഡി ഹൊററുമാണ് നമ്മളെപ്പോഴും മിക്സ് ചെയ്യാറ്. അത് നല്ലൊരു കോമ്പിനേഷനുമാണ്. ആ കോമ്പിനേഷൻ കൊണ്ടുവരുന്നത് വെച്ചാല് റിസ്ക് എടുക്കാതിരിക്കാന്നിടാ. ഹൊറർ മാത്രം ഭയങ്കര റിസ്ക് ഇവിടെ ഇന്ത്യയില്. ഈ ഹോളിവുഡിൽ അങ്ങനെ മിക്സ് ഉണ്ടെങ്കിലും റെയർ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ മിറേഴ്സ് മൂവി സ്റ്റാർട്ട് ടു എൻഡ് ഹൊററേ ഉള്ളൂ അതില്. ഇവിടെ ഇന്ത്യൻ ഫിലിമിൽ അത് റിസ്ക് ആണ്. അങ്ങനെ ഹൊറർ, പ്യൂർ ഹൊറർ വർക്ക് ആയത് എത്ര ഓർമ്മയുണ്ട് എല്ലാവർക്കും. യൂഷ്വലി ഹൊറർ കോമഡി അല്ലെങ്കിൽ ബോളിവുഡ് ഉള്ള പോലെ. എനിക്കൊന്നും മറ്റേ നമ്മുടെ ഒരു ജൂ പ്രേതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പൃഥ്വിരാജിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി. എസ്ര ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഇല്ല, എസ്ര ത്രില്ലർ ആണ് കുറച്ചും കൂടി ആഡ് ചെയ്തത്. അതെ, വേറെ പടം കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടു. ഫീനിക്സ് ഒരു സിനിമ ഉണ്ട് അജു വർഗീസിന്റെ. ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് ഫീനിക്സ്. അണ്ടർറേറ്റഡ് ഹൊറർ മൂവി എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് മറ്റേ ജയറാമിന്റെ മറ്റേ സിനിമയാണോ, അത് ഹൊറർ അല്ല, ആക്ച്വലി ത്രില്ലർ ആയി. വിന്റർ. ഞാൻ പറയട്ടെ, ഈ ഫീനിക്സ് എല്ലാരും ഒന്ന് വാച്ച് ചെയ്യണം, സൂപ്പർ പടമാണ്. ആടുപുലിയാട്ടം ആരും ഞാൻ പറയാൻ വരുന്നത്, നമ്മള് കോളേജിൽ പഠിക്കുമ്പോ മാമനാണ് ഭയങ്കര. ഞാനും ആ ട്രെയിലർ കണ്ടിട്ട് ജയറാമേട്ടൻ അന്നേ തുടങ്ങിക്കുന്നത്, നമ്മൾ ജയറാമേട്ടന്റെ കംബാക്ക് ഉണ്ട്, നമുക്ക് പോണം കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർമ്മ ഉണ്ടോ ആ ട്രെയിലർ കണ്ടിട്ട് സ്റ്റാർട്ടിങ് സീന് കാറിലൊക്കെ സ്കിഡ് ചെയ്ത് വരുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ ഡ്രംസ് അടിക്കും, ആ ഓർമ്മ ഉണ്ടോ? അത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി സൂപ്പർ ആവുന്നൊക്കെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതങ്ങട് എടാ കോളേജ് ഹൊറർ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് കാര്യം ഓർമ്മ ഉണ്ടോ? മറ്റേ നമ്മളൊക്കെ ഹോസ്റ്റലിൽ പഠിച്ച സമയത്ത് ഫസ്റ്റ് തന്നെ പുറത്തു പോയിട്ട് ഇവര് വീടെടുത്തിട്ട് ഒരു വീട് താമസിച്ച്, മറ്റേ നമ്മുടെ ഇവരൊക്കെ ആ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നോ? എടാ അത് ഭയങ്കര സീനായിരുന്നു. അവിടെ എന്തോ അവിടത്തെ മുകളില് രാത്രിയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവിടെ ഒരു ദിവസം പോയി താമസിച്ചിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് രാത്രി എനിക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പിറ്റേന്ന് അറിഞ്ഞത്. അവിടെ രാത്രി കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, സീനാണെന്നൊക്കെ. ഞാൻ ഉള്ളിലേക്ക് കിടന്നിറങ്ങി. അവിടെ ഭയങ്കര സീനാണ്. എന്താ പറയാ, എനിക്ക് കൃത്യമായിട്ട് സ്റ്റോറി ഓർമ്മയില്ല. അവിടുത്തെ എന്തോ താമസിച്ച ആൾക്കാർക്കൊക്കെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. എടാ ഇല്ലേ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെ, അവരെന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അവിടെ താമസിച്ചതിന് ശേഷം. എന്നിട്ട് ഇവര് ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, എന്തോ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ അവന്റെ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ആൾക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള പനിയും പരിപാടിയും. ആളുടെ കല്യാണം കഴിഞ്ഞാണോ? കാരണം നമ്മുടെ ഈ വീഡിയോ പുറത്താകുന്ന സമയത്ത് അല്ലേ ചെറിയ എലിഗേഷൻ ഒന്നല്ല കെവിയാ കൊടുക്കുന്നത്. അവൻ എന്തോ ഒരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റിൽ കൂടി കണ്ടെത്തിയില്ല. അല്ല
അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയതിനു ശേഷം എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഓക്കെ. ആ ഒരു പച്ച വീടല്ലേ അതിന് അവിടെ എന്തോ ഒരു പ്രശ്നത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിനുശേഷം വന്നിട്ട് വന്നതിന് ശേഷം അവിടെ ഒരു പ്രശ്നവും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവനായിരിക്കും പ്രേതം. ഒരു വീട്ടില് 2 പ്രേതം ഉണ്ടാവില്ല. കാരണം സംസാരം ഉണ്ടായിരുന്നടാ ശരിക്കും? നിങ്ങൾ ആരും കേട്ടിട്ടില്ല സംസാരം? ഞാൻ ശരിക്കും കേട്ടത് ഒരു വീട്ടിലാണ്. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. മറ്റേ ഒരു റൂമിന്റെ അകത്ത് അത് മറ്റേ അവിടെ ഉള്ള ചേട്ടൻ ലൈനെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാന്ന് ഞങ്ങൾ പിന്നെ അറിയുന്നത്. കാരണം ആ റൂമിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് റീചാർജ് കാർഡ് ഇല്ലേ, ഈ ഇത്ര കെട്ട് ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് റീചാർജ് കാർഡിന്റെ. ശശി പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് സ്ഥലവും പറയണ്ടല്ലേ, സ്ഥലം പറഞ്ഞ ആളുകൾ മനസ്സിലാവുന്നതുകൊണ്ട് അല്ല പാവം വീട്ടുകാര് വിൽക്കാൻ വെച്ച സ്ഥലവും മറ്റോ ആയിരിക്കും. നമ്മൾ ഈ പ്രേതകഥയൊക്കെ പറഞ്ഞു. അതെ അതെ. പിന്നെ പോരാത്തതിന് അവിടെ അങ്ങനത്തെ കുറെ ഐഡന്റിറ്റീസ് ഉണ്ടായിരുന്നു, ആൾത്തറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അല്ല ഞാൻ ശരിക്കും ഒരു പ്രാവശ്യം നമ്മള് ശരിക്കും പറഞ്ഞല്ലേ ഈ ഞങ്ങൾ താമസിച്ച വീട് ഓർമ്മ ഉണ്ടോ? തറവാട് പോലത്തെ വീട്. അവിടെ രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അത് കുറച്ച് ധൈര്യമാണ്. കാരണം എനിക്കറിയില്ല എത്രത്തോളം കോമൺ ആണെന്നുള്ള. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയ സമയത്ത് ഈ മൂലയോടില്ലേ, മൂലയോട് എല്ലാ മൂലക്കും മൂലയോടിന്റെ അറ്റത്ത് സർപ്പത്തിന്റെ ആകൃതിയിൽ ചെറിയ ബ്രാസ് ഉണ്ട് അവിടെ. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വീട്ടിൽ താമസിച്ചപ്പോ? എടാ അതെന്തറിയോ, അത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കുമ്പോ ഒരു ഭംഗിക്ക് വെച്ചതായിരിക്കും. അതെ. പക്ഷേ ഈ ഏതൊരു സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സെമസ്റ്റർ ലീവിൽ ഞാൻ നേരത്തെ എത്തേണ്ടി വന്ന്. അന്ന് ഫുൾ ശ്മശാന മൂകത എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ 8 പേര് താമസിക്കുന്നതുകൊണ്ട് ഫുള്ള് ആളും ബഹളം ആയതുകൊണ്ട് നമുക്ക് ആ ഫീൽ ചെയ്തില്ല. ഞാൻ അന്ന് ഫസ്റ്റ് എത്തിയ ദിവസമാണ് ഞാൻ ഇത് നോട്ടീസ് ചെയ്യുന്നത്. അന്ന് രാത്രി നിങ്ങൾ ആരും വന്നിട്ടില്ലായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് അവിടെ കിടക്കൂലായിരുന്നു. അല്ല ഈ കറക്റ്റ് വീട്ടിൽ കയറുമ്പോ ഒരു ചേരയും കൂടി മുന്നിൽ കൂടി പോകും. ഫസ്റ്റ് ഫ്ലോറില് ഒരു റൂം നമുക്ക് ആക്സസ് ഇല്ലായിരുന്നു, നമ്മൾ കേറണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫ്ലോർ പറയാ തട്ടല്ലേ, ഓടുമ്പരല്ലേ അത്? രണ്ടാമത്തെ അച്ഛനോട്ട് കേറാറേ ഇല്ല, തുറന്നു കേറാറില്ല. പോരാതിന് ആ ഫ്ലോറിൽ തന്നെ ഒരു റൂം ഉണ്ടായിരുന്നു റൈറ്റ് സൈഡില്, ഒരു ചെറിയ റൂം. അങ്ങോട്ട് കേറാറേ ഇല്ല നമ്മള്, അത് അടച്ചിരിക്കുന്നു. പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടോ, മറ്റേ നമ്മളിങ്ങനെ മറ്റേ വീഡിയോ ഒക്കെ അല്ലേ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ലാസ്റ്റ് ഇങ്ങനെ ഒരു സാധനം വരും, എന്നിട്ട് നമ്മൾ പേടിച്ചു പോകും. അപ്പൊ ഈ സാധനം വന്ന് ഇതിങ്ങനെ ഫോണില് കേട്ടിട്ട് ഇവൻ വന്ന് പേടിപ്പിക്കും ആദ്യ. ഒരു പ്രാവശ്യം ഞാൻ എന്റെ റൂമില് നീയാണെന്നാണ് എനിക്ക് തോന്നി, നീ തന്നെ ആയിരിക്കും. ഇവനിങ്ങനെ ഇവനാരോ ഇങ്ങനെ ഫോണ് കേട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ റൂമിലേക്ക് വന്നു. എടാ ഒരു സാധനം ഉണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ പിടിച്ച് കുറച്ച് ലാസ്റ്റ് സാധനം വന്ന ശേഷം ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫോൺ കൊടുത്ത് എന്റെ റൂമിൽ നിന്ന് വേറെ കോട്ട് വിടുക. ഇത് പറയുമ്പോളാ ഫസ്റ്റ് ഇയർ ഉള്ള സമയത്ത് ഞാനും അഖില് കിടക്കുമ്പോ ഞങ്ങളെ നടുവില് അജിത്ത് കിടക്കും. അജിത്തിന്റെ ചെറിയ കഥ മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല പറയാത്ത ഇവന്റെ ഫോണില് ഇവളുടെ തിരുവൊക്കെ വെക്കും. ഇവന് പേടിയാണ്, എനിക്ക് പേടിയാ, ഞാൻ പേടിച്ചിരിക്കും. അപ്പൊ ഇവൻ പ്രയത്നം കാണുമ്പോ ചിരിക്കും, ഞാൻ ഇവരെ നോക്കും. ആ സീനിപ്പൊക്കെ ഓർമ്മ വന്നു കേട്ടോ. വിഘ്നേഷേ, ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മൊത്തം പറയരുത്, കാരണം നമ്മൾ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഈ സൂപ്പർ നാച്ചുറൽ ഇങ്ങനത്തെ അനുഭവങ്ങളെ കുറിച്ച് ഒരു സ്പെഷ്യൽ സെഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ പോലെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഇതിനെ ഇതിൽ നിനക്ക് ബിലീഫ് വരാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംഭവം. ഒരു സംഭവം ഉണ്ട്, ഇത് ഓജോ ബോർഡ് ഇല്ലേ? ഓജോ ബോർഡ്. ഞാൻ +2 ഉണ്ടാകുമ്പോൾ ഓജോ ബോർഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇത് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ, എന്റെ അനിയൻ, പിന്നെ എന്റെ കസിനോ, എന്റെ കുറച്ച് ഫ്രണ്ട്സ്, ഒരു 3 ഫ്രണ്ട്സും ഓജോ ബോർഡ് ട്രൈ ചെയ്തു. ഒന്നും നടന്നില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ഇന്ന് വരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും സംതിങ് ഹാപ്പൻ. അതിലെല്ലാരും ഇപ്പോ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ അതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നീ ഇത്ര കാഷ്വൽ ആയിട്ട് ഇത്ര സീരിയസ് കാര്യമാണോ പറയുന്നത്? അല്ല കൂടെ കളിച്ചവരൊക്കെ ഇപ്പൊ ഇല്ല. നീ കട്ട് ചെയ്തേ ലൈൻ കട്ട്. അതില് വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതും ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഞാൻ ഫുൾ ആയിട്ട് പറയാം. അത് നമുക്ക് അതെ. പിന്നെ പാനലിസ്റ്റുകാരുടെ ശ്രദ്ധയ്ക്ക് പോലീസ് കേസ് ആവുന്ന രീതിയിലുള്ള ഒന്നും സംസാരിക്കരുത് കേട്ടോ.
അല്ല വിഘ്നേഷേ, 2-3 മാൻ മിസ്സിംഗ്, പിന്നെ ഒരാളെ അവിടുന്ന് കിട്ടിയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്കെലിറ്റൻ ഇപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഏതൊരു സിനിമയില്ലടാ പിഷാരടി മറ്റേ ഈ അച്ഛനായിട്ട് ഇങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ കൊന്നു കുത്തി പറഞ്ഞ മറ്റേ അവസാനം അവനെ പോലീസ് പിടിച്ചിട്ടു. ജയറാമിന്റെ ആണോ? അത് കണ്ടന്റ് ആക്കിയിട്ട് വേറെ യൂട്യൂബിലിടും, പിന്നെ അവനെ പിടിച്ചിട്ടു. ഒരു ക്രിസ്ത്യൻ പേരാണ് നമ്മുടെ ഇയാളാണ് മറ്റേ ഇതില്ലേ ഇന്റർവെൽ ബാബു ആണ് അതിലെ ആ ഇത് പറയുന്നത്, ഇടവേള ബാബു അയാളാണ്. അത് അച്ചായൻസ് ആണോ? സിനിമ എനിക്ക് അച്ചായൻസ് ആണെന്ന് തോന്നുന്നു. അതേപോലുള്ള അവസ്ഥ വല്ലതും ഞാൻ മാമന്റെ ക്ലൂ ഭയങ്കരാണ്. ഏതൊരു ക്രിസ്ത്യൻ പേരാണ്. മറ്റേ വെള്ളം എടുത്തിട്ട് വളരെ ചെറിയ ക്ലൂ ആണ്. നമ്മൾ ഈ സംഭവം വലിയ ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഒരു എല്ലാവർക്കും ഇരുന്ന് രോഷബോർഡ് കളിക്കണം ആഗ്രഹമുണ്ട് എനിക്ക്. ജീവനിൽ ഇത്ര മടുത്തോ എനിക്ക് ജീവിതം? അല്ല, നമ്മള് പണ്ട് കളിച്ചു നോക്കിണ്ടല്ലോ, നമ്മള് കോളേജിലപ്പോ എല്ലാരും കൂടി കളിച്ചു നോക്കിയില്ലേ, എന്നിട്ടൊന്നും ആയില്ലല്ലോ. ഒരു മിനിറ്റ് കേവിയെ, നമ്മൾ ആര് ഇന്നേവരെ ഗുണം പിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോളേജ് വരെ ഉയർച്ചയായിരുന്നു എനിക്ക്. 10 തോറ്റാ അതെയോ? എടാ ഓജോട് ചെയ്യണമെന്ന് നീ എന്റെ ആ സ്റ്റോറി എപ്പോഴെങ്കിലും കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡിസൈഡ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ, തിരക്കൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് മലയാളത്തിൽ അടുത്തൊരു സ്റ്റാൻഡേർഡ് ഹൊറർ ത്രില്ലർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹൊറർ കോമഡിനേക്കാൾ ഉപരി ആനന്ദ് പറഞ്ഞ പോലെ ഹൊറർ ത്രില്ലർ അല്ലെങ്കിൽ പക്ക ഹൊറർ മൂഡിലാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. ഇത് മസ്റ്റ് വാച്ച്, മാമൻ പറഞ്ഞ പോലെ. ഇത് കാരണം വല്ലപ്പോഴും ആറ്റ് നോറ്റിട്ടേ നമുക്ക് ഒരു അടിപൊളി ഹൊറർ മൂവി കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കാണണം, പറ്റുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി തന്നെ എല്ലാവരും പോയി കാണണം. നല്ല പ്രതീക്ഷ തരുന്ന ഒരു ട്രെയിലറാണ് കണ്ടത് ഇപ്പോൾ. അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. നല്ല കാസ്റ്റാണ്, നല്ല ടെക്നിക്കലി നല്ല സൗണ്ടായിട്ടുള്ള ഒരു ട്രെയിലറാണ്. അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. പിന്നെ ഈ മിത്തിക്കൽ എന്താ പറയുക സ്വഭാവമുള്ള കഥകളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന റൈറ്റർ ഡയറക്ടറാണ്. സോ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. നല്ല എല്ലാവിധ ഭാവങ്ങളും അടിപൊളിയാവട്ടെ. അതന്നെ, ഇപ്പോ നല്ലൊരു ഹൊറർ, പ്യുവർ ഹൊറർ ഫിലിം കണ്ടിട്ട് കുറേ ആയി, എസ്പെഷ്യലി മലയാളം. അപ്പോ ഇതൊരു പ്യുവർ ഹൊറർ ആവണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആണെങ്കിൽ വെരി ഹാപ്പി. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ തേടി എന്താ വെച്ചേക്കുന്നത്, ഒരു സമയത്ത് ഇങ്ങനത്തെ പടങ്ങൾ ഞാൻ വന്നത് ഒരു സമയത്ത് ഇങ്ങനത്തെ പടങ്ങൾ മലയാളത്തിൽ ഞാൻ വേറെ അന്യഭാഷ അങ്ങനെ കാണാറില്ല. എന്നിട്ട് ഇങ്ങനത്തെ പടങ്ങൾ തേടി പിടിച്ച് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ടത്തെ പടങ്ങൾ, മറ്റേ ഒരു പടമുണ്ട് ഷീലയുടെ കലിക, ഇച്ചാരി പടങ്ങളൊക്കെ അവിടുന്ന് ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം അത് നോക്കുമ്പോൾ ഇപ്പം ലാസ്റ്റ് തന്നെ കണ്ട് മലയാളത്തിൽ എനിക്ക് ക്രാക്കർ ഞാൻ പറഞ്ഞു ഫീനിക്സുള്ള സിനിമയാണ്. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനത്തെ ഒരു പടം ഒന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു മലയാളത്തിൽ. എൻ്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു ഹണ്ട്, അതും കണ്ടു ലാസ്റ്റ്, ഭാവനയുടെ. അപ്പോൾ വളരെ എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമയാണത്. ഇതിൻ്റെ മേക്കിങ്ങിലാണെങ്കിലും പോരാത്തിന് മാളികപ്പുറം എന്നുള്ള പടം അത്യാവശ്യം നല്ലൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് വന്ന് എന്നാൽ അത് നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു പോയ സിനിമയാണ്. അപ്പം അതിൻ്റെ മേക്കേഴ്സ് ഒരു പടം ചെയ്യുന്നു, അർജുൻ അശോക് അഭിനയിക്കുന്നു. പോരാത്തതിന് ഒരു ഇങ്ങനത്തെ ഒരു ഓൾറെഡി സുമതിയോളെന്ന് വളരെ കാലം തൊട്ടേ കേൾക്കുന്ന ഒരു പഴമക്കഥ പോലെ കേൾക്കുന്ന ഒരു സ്റ്റോറി ബേസ് ലൈൻ ഇതിലുണ്ട്. അപ്പം എല്ലാം കൂടി കേൾക്കുമ്പോൾ വളരെ കണക്റ്റഡ് ആണ് എല്ലാം കൊണ്ടും കാര്യങ്ങളും. സോ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി പോയി കാണുന്ന പരിപാടി ഉണ്ടാവില്ല. പകലോ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കോ ഞാൻ പോയി കാണുന്നതായിരിക്കും. രാത്രി എന്തായാലും കാണില്ല. രാവിലെ ഉച്ചയ്ക്ക് അപ്പൊ കാണുമായിരിക്കും. പിന്നെ ഇതിന്റെ മ്യൂസിക് കുറച്ച് പേടിപ്പിക്കുന്നുണ്ട് മൊത്തത്തില്. ഇതൊക്കെ രാത്രി പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ദുർബലർ രാവിലെ ഉച്ചയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ രാവിലെ ചൂസ് ചെയ്യുന്നു. പ്രേക്ഷകർ ഏത് സമയത്ത് പോകുന്നു എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ. അല്ല, മാമൻ പറഞ്ഞ പോലെ അത് ഭയങ്കര ട്രിക്കി സാധനമായി. ഇത് പ്രേക്ഷകർ അങ്ങനെ രാത്രി സമയം ഇതിനെ ഒഴിവാക്കുന്ന സാധനം വന്നാലും ഇത് എവിടെയോ കയറി എത്തും. അതായത് ഈ സെക്കൻഡ് ഷോ ഒന്നും ആരും ഈ പടം കാണാൻ എടുക്കുന്നില്ല. കാരണം പോകുന്ന വഴിക്ക് എല്ലാവർക്കും ചിലപ്പോൾ ബൈക്കിലൊക്കെ പടം കാണാൻ വന്നവർക്ക് പോകുന്ന പടമൊക്കെ സുമതിപരമായി ഫീൽ ചെയ്യും ചിലപ്പോ.
ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പടം അടുത്ത സക്സസിലേക്ക് പോയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കുട്ടിക്കാലത്ത് കേട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും നാട്ടുമ്പുറത്ത് പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്ന ചില കഥകളുമായിട്ട് എല്ലായിടത്തും ഉണ്ടാവും ഒരു വളവ്. അത് ചിലപ്പോൾ സുമതി വളവ് തന്നെ ആയിക്കോളന്നില്ല, വേറെ ഏതെങ്കിലും ഒക്കെ മാലതിയോ മറ്റൊക്കെ ആവാം. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ട്രെയിലറെ കണ്ടിട്ട് നല്ല അടിപൊളി മേക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലൊരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൊറർ പടം കാണുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഒരുപക്ഷെ റൈറ്റർക്കും അവർക്ക് ആ ഒരു വിഷൻ ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഇതിനകത്തുള്ള ആക്ടേഴ്സ് അവരൊക്കെ അത്യാവശ്യം പ്രോമിനന്റ് ആയിട്ട് നല്ല രീതിയിൽ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ ആ കഥയെ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്ത് അവർ അവതരിപ്പിക്കുന്നുണ്ടെന്നും പിന്നെ ഡയറക്ടർ പ്രൂവൺ ആണ്, റൈറ്റർ ആണെങ്കിലും പ്രൂവൺ ആണ്, മ്യൂസിക് ഓൾസോ അത് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന്റെ ഒരു ഔട്ട് എന്താണെന്നുള്ളത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് അത് എൻ്റെ ടീമിന് എന്താ പറയുക ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Yeah.